എറണാകുളം ജില്ലയിലെ KSRTC ജീവനക്കാരുടെ സഹകരണ സംഘത്തിന്റെ ഫണ്ടിൽ തിരിമറി എന്നൊരു വാർത്ത വരുന്നു. ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫണ്ടിൽ കാണാതായത് ചില്ലറ പൈസയല്ല, 1,94,00,000 രൂപയെന്നാണ് ഓഡിറ്റ് റിപ്പോർട്ട്. 2023-24 ഓഡിറ്റ് റിപ്പോർട്ടിലാണ് വൻ തുകയുടെ വ്യത്യാസം വന്നിരിക്കുന്നത്. നിക്ഷേപകരായ 4 പേർ പരാതിയുമായി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ലിബി സജീന്ദ്രനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ലിബി, ഗുഡ് മോർണിംഗ് ലിബി. 1,94,00,000 രൂപയൊക്കെ എങ്ങനെ കാണാതാവും അക്കൗണ്ടിൽ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ദുരൂഹതയുണ്ടോ ലിബി ഇതിൽ? ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. ഇത് KSRTC ജീവനക്കാരുടെ മുഴുവൻ ജീവനക്കാരുടെയും എറണാകുളം ജില്ലയിലെ സഹകരണ സംഘമാണ്. അതായത് വളരെ സാധാരണക്കാരായ ജീവനക്കാർ അവരുടെ ചെറിയ നിക്ഷേപം വരെ ഇട്ട് വളർത്തിയെടുത്തൊരു സമ്പാദ്യമാണിത്. ഇതിൽ നിന്ന് 1,94,00,000 രൂപ തിരിമറി നടത്തപ്പെട്ടു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല എന്നത് വാസ്തവം തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് 2023-24 ഓഡിറ്റ് റിപ്പോർട്ട് വന്നപ്പോഴാണ് ഇത്തരത്തിൽ 2 കോടിക്ക് അടുത്ത് തുക ഇതിൽ നിന്ന് കാണാതായ വിവരം പുറത്തറിയുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ 2019 മുതൽ 24 വരെയുള്ള ഭരണസമിതി ഇരുന്ന കാലത്താണ് ഈ ക്രമക്കേടുകൾ സംഭവിച്ചിരിക്കുന്നത്. ഈ ഭാരവാഹികളിൽ പലരെയും നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിച്ചു. ഇവരെല്ലാവരും ഇത്തരത്തിൽ പൈസയുടെ ഇതിൽ കാണാതായിട്ടുണ്ട്. പൈസയുടെ ഇത്രത്തോളം അന്തരം ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഉണ്ട് എന്ന് സമ്മതിക്കുന്നുണ്ട്. എന്നാൽ അതെന്തുകൊണ്ട് സംഭവിച്ചു, ഇതാരാണ് കുറ്റക്കാര് എന്നുള്ള കാര്യത്തിലൊന്നും പ്രതികരിക്കാൻ ഇവർ തയ്യാറാകുന്നില്ല. ഇതിൽ നിക്ഷേപം നടത്തിയിട്ടുള്ള 4 പേർ ആ നിക്ഷേപ തുക തിരിച്ചാവശ്യപ്പെട്ടപ്പോൾ അത് ഈ സൊസൈറ്റി നൽകാതെ വന്നപ്പോഴാണ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഈ വാർത്ത പുറത്തേക്ക് വരുന്നതും. ഇവിടെ ഓർക്കേണ്ട മറ്റൊരു കാര്യവുമുണ്ട്. ഈ ഇത്രത്തോളം 2 കോടിക്ക് അടുത്ത തുക ഇവിടെ കാണാതായിരിക്കുന്ന സാഹചര്യത്തിൽ ഇവിടുത്തെ 4 ഡയറക്ടർ ബോർഡ് അംഗങ്ങളെ കൊണ്ട് തിരുവനന്തപുരത്തെ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് 25 ലക്ഷം രൂപ കടമെടുത്തിരിക്കുകയാണ്. ഈ സാഹചര്യമൊക്കെ ഉണ്ടായിട്ടും ഈ പണം എവിടെ പോയി എന്ന് കണ്ടെത്താനായി ഇവർ ഒരു ശ്രമം നടത്തുന്നുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അന്വേഷണ കമ്മീഷൻ വച്ചിട്ടുണ്ടോ എന്നൊന്നും ഇവർ പുറത്തേക്ക് പറയുന്നതുമില്ല. ഡോക്ടർ അരുൺ, ഓക്കെ, അടിച്ചുമാറ്റിയതാണോ എന്നുള്ളതാണ് സിമ്പിളായിട്ട് ചോദിച്ചാൽ. അടിച്ചുമാറ്റിയതാണോ ലേവി? സ്വാഭാവികമായി ഇത്രയധികം തുക വരുമ്പോൾ അതെവിടെ പോയി എന്ന് പറയേണ്ടതിന്റെ ബാധ്യത ഈ കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഈ സൊസൈറ്റിയുടെ ഭാരവാഹികൾക്കുണ്ട്. ഇവരാരും തന്നെ ഇത്തരത്തിലുള്ള അന്തരമുണ്ട് എന്ന് വ്യക്തമാക്കുമ്പോഴും ഇതെങ്ങോട്ട് പോയി എന്ന് പറയുന്നില്ല. സ്വാഭാവികമായും അവർ ആൻസറബിൾ ആണ്. എവിടെയാണ് വളരെ സാധാരണക്കാരെ, ഡോക്ടർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇത് വലിയ ജീവനക്കാരൊന്നുമില്ല, ഏറ്റവും സാധാരണക്കാരായ ജീവനക്കാരുടെ വരെ നിക്ഷേപമാണ് ഇതിലുള്ളത്. അതിന് മറുപടി പറയേണ്ട ബാധ്യത ഇതിന്റെ ഭാരവാഹികൾക്കുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ താങ്ക് യു ലേബിയാണ് വിവരം നൽകിയത്.